ഹലോ ഗൈസ്, ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു ഇൻഫർമേറ്റീവ് സെഷൻ ആണ്. പല യൂട്യൂബേഴ്സും അൺലിമിറ്റഡ് ആയി വീഡിയോ ജനറേറ്റ് ചെയ്യാം, അൺലിമിറ്റഡ് ആയി ഇമേജസ് ജനറേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പെയ്ഡ് ആയിട്ടുള്ള പല ടൂൾസിലേക്കും നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഫ്രീ ആയിട്ട്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എങ്ങനെ വീഡിയോ ജനറേറ്റ് ചെയ്യാം, എങ്ങനെ ഇമേജ് ജനറേറ്റ് ചെയ്യാം എന്ന് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവുകയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു വീഡിയോയുടെ എക്സ്റ്റെൻഡഡ് വേർഷൻ അഥവാ വളരെ വിപുലമായ രീതിയിൽ ടോക്ക് ചെയ്യുന്ന വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് ഭാവിയിൽ ഇടാവുന്നതാണ്. അത് നിങ്ങളുടെ ലൈക്കിനും കമന്റിനും ഒക്കെ അനുസരിച്ചായിരിക്കും ഞാൻ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കാര്യം ആരൊക്കെ ആവശ്യക്കാരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണമല്ലോ. അപ്പോൾ ഒന്നാമത്തെ ടൂളായിട്ട് പറയുന്നത് ക്വിൻ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു ക്വിൻ സ്റ്റുഡിയോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കാം. ഫസ്റ്റ് തന്നെ എന്താണ് വേണ്ടത് വെച്ചാല് എ ഗേൾ വാക്കിംഗ് ഓൺ ദി ബ്രിഡ്ജ്, ഇങ്ങനെയുള്ള ഒരു പ്രോംപ്റ്റ് നമ്മൾ കൊടുത്തിട്ട് ക്രിയേറ്റ് വീഡിയോ അല്ലെങ്കിൽ ക്രിയേറ്റ് ഇമേജസ് എന്നുള്ള ഒരു സെഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇമേജ് ക്രിയേറ്റ് ആയി വരുന്നതാണ്. പക്ഷെ ഇതിനൊരു ക്യൂ ടൈം ഉണ്ട്. ഏകദേശം 5 to 10 മിനിറ്റ് ഈ ഒരു ജനറേഷന് വേണ്ടി എടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ ആ ഒരു ടൈം വെയിറ്റ് ചെയ്യണം. പക്ഷെ ആ ഒരു ഇമേജ് വീഡിയോ നമുക്ക് ആ ഒരു ടൈമിനുള്ളിൽ ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ഈ ഒരു ടൂളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ക്രിയേറ്റ് ഇമേജ്, ക്രിയേറ്റ് വീഡിയോ, അങ്ങനെയുള്ള ഓരോ ടൂൾസുകളും കാര്യങ്ങളുമാണ്. ഇപ്പൊ കണ്ട ഈ ഒരു കേള് ബ്രിഡ്ജ് കൂടെ വാക്ക് ചെയ്യുന്നത് നമുക്കിവിടെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് വീഡിയോസും ഇതിൽ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഡെയിലി 4 വീഡിയോസ് അല്ലെങ്കിൽ 4 ഇമേജസ് നമുക്ക് ഈ ഒരു ക്വിൻ AI ത്രൂ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ടൂളിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ ടൂള് ടെൻസൻ ലാബാണ്. ടെൻസെന്റ് തന്നെ ഇറക്കിയ ഒരു ലാബാണ് ഇത്. ടെൻസൻ ഹൈ എന്നാണ് പറയുന്നത്. AI studio.tencent.com എന്നാണ് ഈ ഒരു സൈറ്റിന്റെ പേര്. ഈ ഒരു സൈറ്റിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഹൈ ഇമേജ് 3+ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. പിന്നെ ഹൈ ഇമേജ് 3 എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ഇതൊക്കെ ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ളതാണ്. ഹൈ വീഡിയോ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ഇത് നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റും. 3D വേൾഡ് മോഡൽ എന്ന് പറയുന്നത് ഒരു മോഡൽ ഉണ്ട്. അതിൽ നമുക്ക് 3D ജനറേറ്റ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ടു 3D എന്ന് പറയുന്ന മോഡലിൽ നമുക്ക് ടെക്സ്റ്റ് പ്രോംപ്റ്റ് കൊടുത്തിട്ട് 3D ആക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇമേജ് ടു 3D എന്ന മോഡലിൽ ഇമേജ് കൊടുത്തിട്ട് അതിനെ 3D ആക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ മൾട്ടിവ്യൂ ടു 3D എന്നുള്ള മോഡൽ രണ്ടോ അല്ലെങ്കിൽ രണ്ടിലധികമോ 2 to 4 ഇമേജസ് നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് ആ ഒരു ഡിസൈൻസിനെ, ആ ഒരു ഇമേജിനെ നമുക്ക് 3D ആക്കാൻ പറ്റും. ഇതിന് ഒരു ചെറിയ ക്യൂ ടൈം വരുന്നുണ്ട്. ക്യൂ ടൈം ഏകദേശം ഹാഫ് ആൻ അവർ ടു 1 അവർ വരെയാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ക്യൂ ടൈം കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ലൊരു ലാബാണ് ടെൻസെന്റ് എന്ന് പറയുന്ന ഈ ഒരു ലാബ്. ഈ ലാബിൽ വന്നിട്ട് നമുക്ക് എന്താണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിൽ കമാൻഡ് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ക്വിൻ AIയിലാണെങ്കിൽ ഡെയിലി 4 വീഡിയോസോ 4 ഇമേജസോ നമുക്ക് ഡെയിലി ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇൻഫർമേഷന് വേണ്ടിയിട്ട് തന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ മനസ്സിലായി ഉണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഇതേപോലുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ അതിനനുസരിച്ച് വീഡിയോസും പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ടൂളുകളും ഒക്കെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.